ഹലോ വെൽക്കം ടു ദ വീഡിയോ. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? കുറേ നാളുകളായി ഇപ്പോൾ വീഡിയോസ് വരാതെ. ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. കുറച്ച് സമയത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന പേപ്പർ വെച്ച് പുതിയ ഒരു സീസൺ തുടങ്ങാം. ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളിൽ നിരവധി വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പേപ്പറായിരിക്കും. ഈ പേപ്പറിനെ കുറിച്ചുള്ള സംശയ നിവാരണവും പ്രത്യേകമായിട്ട് ഇതിൻ്റെ സിലബസ് ആണ് നമ്മൾ ഈ വീഡിയോസിൽ ചർച്ച ചെയ്യുന്നത്. മറ്റ് സംശയങ്ങൾ, അതായത് മാർക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റേണൽ അസസ്മെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിർബന്ധമായി നിങ്ങളുടെ ട്യൂട്ടേഴ്സുമായി ചർച്ച ചെയ്യേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവർക്കാണ് കൂടുതൽ അക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക. ഇവിടെ നമ്മൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഈ ഒരു പേപ്പറിൽ പ്രധാനമായും 3 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരിക്കും. ഫൈനൽ എക്സാമിൻ്റെ സമയം എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ, കോഴ്സ് ഔട്ട്കം യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ നൽകിയിട്ടുള്ള കോഴ്സ് ഔട്ട്കം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ സിലബസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഔട്ട്കം ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, റിക്കോൾ ദ വേരിയസ് റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ഇൻക്ലൂഡിംഗ് സിൻടാക്സ്, പങ്ക്ച്വേഷൻ ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ. സിൻടാക്സ്, സെൻറ്റൻസ് സ്ട്രക്ചർ, ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. 2, അണ്ടർസ്റ്റാൻഡ് ലിറ്റററി ടെക്നീക്സ് സച്ച് ആസ് ഇമേജറി, സിംബോളിസം, മെറ്റഫർ എറ്റ്സെട്ര യൂസ്ഡ് ഇൻ ക്രിയേറ്റീവ് റൈറ്റിംഗ്. കഥകളിൽ, കവിതകളിൽ, ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഇമേജറി, അതുപോലെ സിംബോളിസം, ഇവയൊക്കെ എന്തെന്ന് മനസ്സിലാക്കുക. മെറ്റഫർ എന്താണെന്ന് മനസ്സിലാക്കുക. അലങ്കാരങ്ങൾ, അതുപോലെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വരച്ചിടുന്ന ചിത്രങ്ങൾ, അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അവയുടെ ടെക്നീക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ്. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സീരിയസ് ആയ റൈറ്റിംഗ്, ടെക്നിക്കൽ റൈറ്റിംഗ്, അക്കഡമിക് റൈറ്റിംഗ്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് ഗ്രമാറ്റിക്കൽ എറേഴ്സ് ഇൻ റിട്ടൺ ടെക്സ്റ്റ്. ഗ്രമാറ്റിക്കൽ എറർ നമ്മൾ തിരിച്ചറിയുക. എഴുത്തുകളിലെ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സെൻറ്റൻസുകളിൽ നിന്നുള്ള ഗ്രമാറ്റിക്കൽ എറേഴ്സ് മനസ്സിലാക്കുക. 5ാമത്തെ ഔട്ട്കമാണ് ലേൺ ടു അനലൈസ് ആൻഡ് ക്രിട്ടീക്ക് ബോത്ത് ക്രിയേറ്റീവ് ആൻഡ് ടെക്നിക്കൽ ടെക്സ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് ഈച്ച്. ക്രിയേറ്റീവ് ആയാലും ടെക്നിക്കൽ ആയാലും, കഥയോ കവിതയോ അങ്ങനെയുള്ള കാര്യങ്ങളായാലും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളായാലും, എസ്സേ ആയാലും, കോളേജുകളിൽ നമ്മൾ എഴുതുന്ന എസ്സേസ് ആയാലും, ഇനി അതല്ല നമ്മുടെ എക്സാം പേപ്പർ പോലും, നമ്മുടെ എക്സാം ആൻസേഴ്സ് പോലും എങ്ങനെയാണ് എറർ ഫ്രീ ആയി നമ്മൾ എഴുതിയ ഒരു സെൻറ്റൻസിൽ ഗ്രമാറ്റിക്കൽ എറർ ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യണം, ആ ഒരു രീതിയിലാണ് ഈ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണിത്. കാരണം ബേസിക്കായി ഒരു ഗ്രാമർ എഡ്യൂക്കേഷൻ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ ഈ വിഷയം പഠിക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരുപാട് ചെറിയ ചെറിയ സംശയങ്ങൾ, പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ചില തെറ്റുകൾ, നമ്മൾ നിരന്തരം വരുത്തുന്ന റിപ്പീറ്റഡ് എറേഴ്സ് ഉണ്ടാവും നമ്മുടെ എഴുത്തിലൊക്കെ. അത്തരം എറേഴ്സ് കൊണ്ട് നമുക്ക് പലപ്പോഴും മാർക്ക് കുറയുകയും അങ്ങനെയൊക്കെ സംഭവിക്കാറുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഒരു സൊല്യൂഷൻ ഈ പേപ്പർ ഓഫർ ചെയ്യുന്നത്, എങ്ങനെ കൃത്യമായി ഗ്രമാറ്റിക്കൽ എറർ കൂടാതെ എഴുതാം, അതുപോലെ എഴുതിയ സെൻറ്റൻസുകളിൽ നിന്ന് ഗ്രമാറ്റിക്കൽ എറർ എങ്ങനെ സ്പോട്ട് ചെയ്യാം, അതുപോലെ തന്നെ സാഹിത്യകൃതികളോ ഒക്കെ വായിക്കുമ്പോൾ, കഥകളൊക്കെ വായിക്കുമ്പോൾ അതിലെ ചില സെൻറ്റൻസുകളുടെ റിയൽ മീനിങ് എങ്ങനെ ഡീകോഡ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അലങ്കാരിക പ്രയോഗങ്ങളും മറ്റുമൊക്കെ പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവാറില്ല. പിന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും മാതൃഭാഷയിൽ പോലും അലങ്കാര പ്രയോഗങ്ങളും അല്ലെങ്കിൽ ചില വ്യാഖ്യാനങ്ങളും ഒക്കെ നൽകി കഴിഞ്ഞാൽ പലർക്കും അത് മനസ്സിലാവാത്ത ഒരവസരമുണ്ട്, ഒരു സാഹചര്യമുണ്ട് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ. ഒരുപക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയും അതുപോലെ ഡിജിറ്റൽ ടെക്നോളജിയും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാവാം. എല്ലാം ഡിറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ. മോസ്റ്റ്ലി വി ആർ അക്കസ്റ്റം ടു വീഡിയോ മെസ്സേജസ്, വീഡിയോ കമ്മ്യൂണിക്കേഷൻ, വീഡിയോ കോണ്ടന്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും ഇന്ന്.
പ്രിന്റഡ് കോണ്ടന്റ് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇന്ന് ഉപയോഗിക്കാറുള്ളൂ. ഇനി അതിലും അപ്പുറം റിട്ടൺ കോണ്ടന്റ് അതിലും കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. എഴുതിയത് വായിക്കുക എന്നുള്ളത്, അക്ഷരങ്ങൾ വായിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ന്യൂസ് പോലും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരു വീഡിയോ ആപ്പിൽ, യൂട്യൂബ് പോലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ട്രീമിംഗ് ആപ്പിൽ കാണാനോ കേൾക്കാനോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെയുള്ള ഒരു ബുദ്ധിമുട്ട്, ഈ ഭാഷാ പ്രയോഗത്തിന്റെ ചില സങ്കീർണതകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്, കോമൺ പേഴ്സണ് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള അവന്റെ ഒരു ക്ഷമ നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതാണ്. കാരണം കുറച്ചിരുന്ന് ആലോചിക്കണം, ചില പ്രയോഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് മീനിങ് മനസ്സിലാവണമെങ്കിൽ. ഇത് നിരന്തരം നമ്മൾ ചെയ്യുന്നില്ല, ഇതുമായിട്ട് ടച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാവാത്ത ഒരു ഫീൽ ഉണ്ടാവും, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഇന്ന് ഒന്ന് രണ്ട് തവണയൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് പലർക്കും ചില കോംപ്ലിക്കേറ്റഡ് ആയ ചില ഭാഷാ പ്രയോഗങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാകുന്നത്. അത് ഒരു വലിയ ചലഞ്ച് തന്നെയാണ്, നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ചലഞ്ചാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില വിഷയങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഭാഷാപരമായ ഒരു കഴിവ് വളർത്തിയെടുക്കാൻ ഈ പേപ്പർ നമുക്ക് സഹായകമാകട്ടെ എന്ന് കരുതാം. ഇനി സിലബസിലേക്ക് പോവുകയാണെങ്കിൽ, കോഴ്സ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ, പ്രധാനമായിട്ട് ഒന്നാമത്തെ മൊഡ്യൂൾ ഗ്രാമർ ആൻഡ് യൂസേജ് എന്ന് തന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാമർ ആൻഡ് യൂസേജ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ 4 യൂണിറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ ലാംഗ്വേജ് യൂസേജ്, ഇൻട്രൊഡക്ഷൻ ടു പാർട്സ് ഓഫ് സ്പീച്ച്, നൗൺസ് ആൻഡ് പ്രൊനൗൺസ്. ഇതാണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ബേസിക് ആണ് എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ബേസിക് കാര്യങ്ങളായിരിക്കും, ഗ്രാമറുമായി ബന്ധപ്പെട്ട, ഇംഗ്ലീഷ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ യൂണിറ്റ് ആണ് വേർബ്സ്, ജെറണ്ട്, ഇൻഫിനിറ്റീവ്, മോഡൽസ് ആൻഡ് ഓക്സിലറി, പിന്നെ ടെൻസസ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് മൂന്നാമത്തെ യൂണിറ്റ്. നാലാമത്തെ പ്രിപ്പോസിഷൻസ് ആൻഡ് കൺജങ്ഷൻസ്. ഈ 4 യൂണിറ്റ് ചേർന്നാണ് ഒന്നാമത്തെ മൊഡ്യൂൾ. നമ്മൾ ഈ സിലബസിനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ് എന്നുള്ള. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ കൂടുതൽ ഡീറ്റെയിൽ സിലബസിനെ കുറിച്ച് ലഭ്യമാകും. രണ്ടാമത്തെ മൊഡ്യൂൾ വീണ്ടും ഗ്രാമർ യൂസേജ് 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ സെന്റൻസ് സ്ട്രക്ചർ ഉണ്ട്, ബേസിക് സെന്റൻസ് ടൈപ്സ്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, പങ്ക്ച്വേഷൻ ആൻഡ് ക്യാപിറ്റലൈസേഷൻ മുതലായ കാര്യങ്ങളാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് റൈറ്റിംഗ്സ് ആണ്. ഇവിടെയാണ് നമ്മൾ ആ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ അല്പം സർഗാത്മക രചനകൾ ഇവിടെയാണ് പരിചയപ്പെടുന്നത്. നമ്മൾ ഇതിൽ പിക്ചർ, ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഔട്ട്ലൈൻ സ്റ്റോറി, ഡയറി എൻട്രി, ബ്ലോഗ് റൈറ്റിംഗ്, പോയം, ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അല്പം സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ടെക്നിക്കൽ റൈറ്റിംഗ്സിലേക്ക് വരുമ്പോൾ റിവ്യൂസ് ഒക്കെയാണ്. ബുക്ക് റിവ്യൂ, മൂവി റിവ്യൂ, വെബ് സീരീസ് റിവ്യൂ, അനാലിസിസ് ഓഫ് ലിറ്റററി നറേറ്റീവ്സ്, അതായത് എങ്ങനെയാണ് ഒരു നിരൂപണം എഴുതുന്നത് എന്നുള്ളതാണ്. റിപ്പോർട്ട് റൈറ്റിംഗ്, അതുപോലെ തന്നെ SOP, പ്രിപ്പയറിംഗ് ക്വസ്റ്റ്യനെയർസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാങ്കേതിക രചനകളുടെ ഭാഗത്തുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മൊഡ്യൂൾ തന്നെ. നാലാമത്തെ മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ടെക്നിക്കൽ റൈറ്റിംഗ്സ് എന്നുള്ള ഭാഗം തന്നെ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നു. അത് കോപ്പി ചെയ്ത് വന്നപ്പോൾ അത് തന്നെ കോപ്പി ആയതാണ്, ക്ഷമിക്കുമല്ലോ. ടീച്ചർ സ്പെസിഫിക് മൊഡ്യൂളാണ് അഞ്ചാമത്തെ മൊഡ്യൂള്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോളേജ് ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് പറയും, അനുസരിച്ച് നിങ്ങളുടെ ഇന്റേണൽ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണം നിർബന്ധമുള്ളവർക്ക് റീഡിംഗ് മെറ്റീരിയൽസ് സിലബസ് കൊടുത്തിട്ടുണ്ട്. ഹൗ ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ബെറ്റർ, റീഡേഴ്സ് ഡൈജസ്റ്റ് 1989 എഡിഷൻ ആണ്. തോമസ് എസ് കെയിൻ്റെ ദി ഓക്സ്ഫോർഡ് എസെൻഷ്യൽ ഗൈഡ് ടു റൈറ്റിംഗ്, അതുപോലെ തന്നെ സ്റ്റീഫൻ കേർട്ടിസ്, അതുപോലെ മാർട്ടിൻ മാൻസർ എന്നിവരുടെ പെൻഗ്വിൻ റൈറ്റേഴ്സ് മാനുവൽ, അങ്ങനെയുള്ള ബുക്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രസന്റേഷൻ സെൻ, സിമ്പിൾ ഐഡിയാസ് ആൻഡ് പ്രസന്റേഷൻ ഡിസൈൻ ആൻഡ് ഡെലിവറി ബൈ ഗാർ റെയ്നൾഡ്സ്, പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് യൂസേജ് മൈക്കൽ സ്വാൻ, ഇവരുടെ ഇത്രയും പുസ്തകങ്ങളാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഈ പുസ്തകങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഓൺലൈനായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, PDFs ഒക്കെ അവൈലബിൾ ആയിരിക്കും എന്ന് കരുതാം. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചിലപ്പോൾ വാങ്ങാനും സാധിക്കുന്നവർക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാൻ നല്ലതായിരിക്കും. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നോട്ട്സ് പ്രത്യേകമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വീഡിയോസിൽ നോട്ട്സിൻ്റെതായിട്ടുള്ള എലമെൻറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാകും. എഴുതിയെടുക്കാനുള്ള ഭാഗങ്ങൾ നിങ്ങൾ പോസ് ചെയ്ത് എഴുതിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ പ്രത്യേകമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്തെങ്കിലും തരത്തിലുള്ള
ലേണിംഗ് പ്രോബ്ലംസ് ഉള്ളവരിലേക്ക് വീഡിയോസ് എത്തിക്കുക എന്നുള്ളത്. ലേണിംഗ് പ്രോബ്ലംസ് ഉള്ള വിദ്യാർത്ഥികളുണ്ടാവാം. അവർക്ക് ചിലപ്പോൾ ഒരു ക്ലാസ് തന്നെ കുറേ തവണ കേൾക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുക. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അവർക്ക് നോട്ട്സ് കിട്ടിയിട്ട് പോലും കാര്യമില്ല. അവർക്ക് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായി അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചേക്കാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. അതുപോലെ ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ, ലേണിംഗ് പ്രോബ്ലം ഉള്ളവരുണ്ട്, അതായത് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഓൾറെഡി ഐ തിങ്ക് നിങ്ങളുടെ കോളേജുകൾ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട്. ഇല്ലാത്തവർ തീർച്ചയായിട്ടും അത്തരം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് ഒരു എക്സ്പേർട്ടിനെ നിങ്ങൾ നേരിട്ട് കണ്ട് അവരുടെ ഒപ്പീനിയൻ സ്വീകരിച്ച് നിങ്ങൾക്ക് അതിന് തക്കതായിട്ടുള്ള, എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ തക്കതായിട്ടൊരു സ്ക്രൈബിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർമിഷൻ വാങ്ങി ഒരു സ്ക്രൈബിനെ നിയമിക്കാനുള്ള നടപടികൾ എടുക്കണം. അതിനൊരു തെറ്റുമില്ല, ഒരു കുറവുമില്ല, നാണക്കേടില്ല. പലരും, പല വിദ്യാർത്ഥികളും അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുമെന്നുള്ള ഒരു വിഷയമുള്ളത് കൊണ്ട് പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും അങ്ങനെ നിർബന്ധിക്കാറില്ല. വിദ്യാർത്ഥികളായ നമ്മൾ തന്നെ അത് മനസ്സിലാക്കണം. ചില ആൾക്കാർക്ക് എല്ലാ മേഖലയിലും നല്ല കഴിവുള്ളവരുണ്ടാവാം. എങ്കിലും മറ്റ് ചില മേഖലകളിൽ അവർക്ക് കഴിവുകൾ കുറവായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറോട് ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധിക്കണമെന്നില്ല. എന്നാൽ അതേപോലെ തന്നെയാണ് യേശുദാസിനോട് പോയിട്ട് ഒരു സെഞ്ചുറി എടുക്കൂ, ഒരു ക്രിക്കറ്റ് മാച്ചിൽ സെഞ്ചുറി എടുക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സാധിക്കണമെന്നില്ല. സോ രണ്ടുപേരും പക്ഷേ നമുക്കറിയാം രണ്ടുപേരുടെ മേഖലയിൽ എക്സലൻ്റ് ആണല്ലോ, എക്സെപ്ഷണൽ ടാലൻസ് ആണ്. അങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും തന്നെ. നമ്മുടെ മേഖലയിൽ കഴിവില്ല എങ്കിൽ ആ മേഖലയിൽ നമ്മൾ എന്തെങ്കിലും തരത്തിൽ അതിനെയൊന്ന് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ട് അറിഞ്ഞ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ലേണിംഗ് ഇഷ്യൂസ് ഉള്ളവരോടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. നമുക്കിനി മൊഡ്യൂൾ 1 അതുപോലെ യൂണിറ്റ് 1 ഇന്ന് കിടക്കുന്നത്. ഈ ഒരു വീഡിയോ എക്സ്ക്ലൂസീവ്ലി മൊഡ്യൂൾ 1 യൂണിറ്റ് 1 ആണ്. വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. നമ്മൾ ഈ ഒറ്റ വീഡിയോ കൊണ്ട് ചുരുക്കി ഇതിൻ്റെ സമ്മറൈസ് ചെയ്യുകയാണ്. ഒരുപാട് ലെങ്ത് ആയി പോയി. കഴിഞ്ഞ സെമ്മിലെ വീഡിയോസ് എന്ന് പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ സെമസ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും ലെങ്ത് അറിയിക്കുന്നവയായിരുന്നു. ഇത്തവണ ഗ്രാമറാണ്. അപ്പോൾ കുറച്ച് ചുരുക്കി കാര്യങ്ങൾ അവതരിപ്പിച്ച് പോകുമ്പോഴാണ് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുക എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസിൻ്റെ ലെങ്ത്, ചില വീഡിയോസിൻ്റെ ലെങ്ത് എങ്കിലും കുറവായിരിക്കും. ഇന്നത്തെ കുറവാണെന്ന് ഞാൻ കരുതുകയാണ്. ഇതിൻ്റെ എൻ്റെ ഇനി ലെങ്ത് കൂടി പോയാൽ തെറി വിളിക്കരുത്. അതങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. മോഹൻലാലൊക്കെ പറയുന്ന പോലെ അങ്ങനെ സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ 1ാമത്തെ യൂണിറ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ ലാംഗ്വേജ് യൂസേജ്, ഇൻട്രൊഡക്ഷൻ ടു പാർട്സ് ഓഫ് സ്പീച്ച്, നൗൺസ് ആൻഡ് പ്രൊനൗൺസ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഭാഷയുടെ, ഇംഗ്ലീഷ് ഭാഷയുടെ ബേസിക് സ്ട്രക്ചർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ബിൽഡിംഗ് കെട്ടുകയാണ്, ഒരു വലിയൊരു 10 നില മാളിക കെട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ സ്കൈ സ്ക്രേപ്പർ ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം, അല്ലെ പ്ലാനിങ് വേണം. അതിനുശേഷം അതിൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് 1 by 1 ആയിട്ട് ഓരോ ഫ്ലോർ നമ്മൾ ബിൽഡ് ചെയ്ത് വരണം. ബിൽഡിങ്ങിന് ഏറ്റവും ബേസിക് മെറ്റീരിയൽസ് എന്താണ്? അതിൻ്റെ കമ്പികളായിരിക്കാം, അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന സ്റ്റോൺ ആയിരിക്കാം, സിമെൻ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതും ഭാഷയുടെ ഈ കമ്പിയും സിമെൻറ്റും തന്നെയാണ്, അല്ലെങ്കിൽ ഭാഷ കെട്ടിയുയർത്തുന്ന കരിങ്കല്ലുകളാണ്. ഈ പറയുന്ന നമ്മൾ ഇന്നത്തെ ഈ ചർച്ചാ വിഷയം, യൂണിറ്റ് 1 ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. പ്രോപ്പർ ലാംഗ്വേജ് യൂസേജിൻ്റെ പ്രാധാന്യമാണ് ഒന്നാമത് പറയുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് when you use language in an improper manner, obviously it creates confusion, it creates lack of trust, it builds a lot of tension between the person who's communicating, who's the sender of the message, and also in the person who's the receiver of the message. Okay, അപ്പോൾ ഈ രണ്ട് പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രോപ്പർ സെൻറ്റൻസ് അല്ലെങ്കിൽ പ്രോപ്പർ ലാംഗ്വേജ് യൂസ് വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. വിത്തൗട്ട് എ പ്രോപ്പർ ലാംഗ്വേജ് യൂസ്, വാട്ട് ഡു യു മീൻ ബൈ പ്രോപ്പർ ലാംഗ്വേജ് യൂസ്? അതൊരു ചോദ്യമാണ് അല്ലേ. വാട്ട് ഈസ് പ്രോപ്പർ ലാംഗ്വേജ് യൂസ്? ഇതിങ്ങനെ പരീക്ഷയ്ക്ക് ഡെഫിനേഷൻ ചോദിക്കുമോ എന്നുള്ളത് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ വന്നാലേ പറയാൻ പറ്റൂ. നിലവിൽ അങ്ങനെ ചോദിക്കില്ല എന്ന് കരുതാം. ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പ്രോപ്പർ ലാംഗ്വേജ് യൂസ്. എന്താണ് ഈ പ്രോപ്പർ ലാംഗ്വേജ് യൂസ് എന്ന് പറയുന്നത്? പ്രോപ്പർ ലാംഗ്വേജ് യൂസ് മീൻസ് എ ക്ലിയർ കൊഹീറൻറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് വിത്ത് words and sentences that do not carry any ambiguity. ഇതാണ് പ്രോപ്പർ യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയ, കൊഹിറൻ്റ് ആയ, അതായത് അർത്ഥമുള്ള, വ്യക്തതയുള്ള സെൻറ്റൻസുകൾ,
അതിൽ വേർഡ്സിലോ അതുപോലെ തന്നെ സെന്റൻസ് സ്ട്രക്ചറിലോ ആംബിഗ്വിറ്റി ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ ദ്വയാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ മനഃപൂർവ്വമുള്ള ദ്വയാർത്ഥം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ശങ്കയുള്ള ദ്വയാർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതാണോ അതാണോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാത്ത അവസ്ഥ, അത്തരം അവസ്ഥയാണ് ആംബിഗ്വിറ്റി. അത് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള സെന്റൻസുകളെ നമുക്ക് ഈ ആംബിഗ്വിറ്റി പലപ്പോഴും ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട് ആവശ്യത്തിന്. ദിസ് ഇസ് നോട്ട് ദാറ്റ്. ഇവിടെ അർത്ഥത്തെ കൊല്ലുന്ന ആംബിഗ്വിറ്റി പാടില്ല. ഇങ്ങനെയുള്ള സെന്റൻസുകളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലാംഗ്വേജ് യൂസിനാണ് പ്രോപ്പർ ലാംഗ്വേജ് യൂസ് എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലാതെ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകുന്ന ഭാഷാ പ്രയോഗത്തിനെയാണ് പ്രോപ്പർ ലാംഗ്വേജ് യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച്, നമ്മൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇംഗ്ലീഷിനെ കുറിച്ചാണ് കേട്ടോ, അത് വേറെ ഭാഷയെ കുറിച്ചൊന്നല്ല. ഇംഗ്ലീഷ് ഭാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് പഠിച്ചു തുടങ്ങുക? പലരും ചോദിക്കുന്ന ചോദ്യം, എവിടെയാണ് ഈ ഗ്രാമർ പഠനം തുടങ്ങുക, എവിടെ തുടങ്ങണം ഞാൻ ഗ്രാമർ പഠിക്കാൻ, പലരും ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ എങ്ങനെ വേണം ഗ്രാമർ പഠനം തുടങ്ങി വെക്കാൻ, എവിടെ അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരമാണ് ഈ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണ് തുടങ്ങേണ്ടത്. പാർട്സ് ഓഫ് സ്പീച്ച്, അതാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. നമ്മൾ ഭാഷാ പ്രയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ ലാംഗ്വേജ് യൂസ് എന്ന് പറഞ്ഞില്ലേ. ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ ലാംഗ്വേജ് യൂസ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് തലത്തിലാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സെന്റൻസിന്റെ തലത്തിലാണ്. വെൻ യു ടോക്ക് ടു എ പേഴ്സൺ, വെൻ യു റൈറ്റ് ടു എ പേഴ്സൺ, യു ആർ എസെൻഷ്യലി യൂസിങ് എ സെന്റൻസ് ടു കമ്മ്യൂണിക്കേറ്റ് അല്ലെ. സെന്റൻസ് അല്ലെങ്കിൽ സെന്റൻസുകൾ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ മറ്റൊരു വ്യക്തിയുമായിട്ട്. ഇതാണ് ഇവിടെ ഭാഷ ഉപയോഗം, ലാംഗ്വേജ് യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെന്റൻസുകളെ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് സെന്റൻസുകളെ നിർമ്മിക്കുക, എഴുതുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത്. പ്രോപ്പർ ഭാഷാ പ്രയോഗം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശരിയായ ഭാഷാ പ്രയോഗം എന്ന് പറഞ്ഞാൽ സെന്റൻസുകൾ എങ്ങനെ എഴുതണം എന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ സെന്റൻസുകൾ നല്ല രീതിയിൽ എഴുതുകയാണ്. ഇനിയാണ് ചോദ്യം, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് സെന്റൻസുകൾ നിർമ്മിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, ഏതൊക്കെയാണവ? സെന്റൻസുകൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക, എന്തുപയോഗിച്ചാണ് സെന്റൻസ് ഉണ്ടാക്കുക? വേർഡ്സ് ഉപയോഗിച്ചാണ് സെന്റൻസ് നിർമ്മിച്ചിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വേർഡ്സിനെ എങ്ങനെയാണ് നമ്മൾ അടുക്കി വെക്കേണ്ടത് ഒരു സെന്റൻസിൽ? അങ്ങനെ അടുക്കി വെക്കേണ്ടത് ആവശ്യമാണോ? കൃത്യമായ ഓർഡർ ഉണ്ടോ ഇംഗ്ലീഷ് ഭാഷയിൽ? ഇതിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് ബേസിക്കലി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വേർഡ്സ് ആണ് സെന്റൻസിനെ ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ എഴുത്തിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരുന്നത് ഈ വേർഡ്സിനെ വെക്കാൻ അറിയാത്തത് കൊണ്ടാണ്. വേർഡ്സ് എവിടെ വെക്കണം എന്ന് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടോ? അതായത് വേർഡ്സ് കൃത്യമായിട്ട് അതിൻ്റെ ഓർഡറിൽ തന്നെ വെക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെ കൃത്യമായി അടുക്കി വെക്കണം നിർബന്ധമുണ്ടോ? നമ്മളിപ്പോൾ 9ാമത്തെ ബോഗി അങ്ങ് ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് 1ാമത്തെ ബോഗി ഇപ്പുറം നടുക്ക് കൊണ്ട് വെക്കുന്ന പരിപാടി അങ്ങനെ ചെയ്ത് എന്താ കുഴപ്പം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, നമുക്ക് ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ചില വേർഡ്സ് വെക്കാൻ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ മാത്രമേ വെക്കാവൂ എന്നുള്ളതാണ്. ഇതെങ്ങനെ തീരുമാനിക്കുക? നമ്മൾ വേർഡ്സിന്റെ അർത്ഥം നോക്കിയിട്ടാണോ തീരുമാനിക്കുക? അർത്ഥം നോക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവൂ ഏത് ടൈപ്പ് വേർഡ് ആണെന്ന്. ബേസിക്കലി നമ്മൾ ഒരു സെന്റൻസിൽ ഒരു വാക്കിന്റെ പൊസിഷൻ തീരുമാനിക്കുന്നത്, ഏത് പൊസിഷനിലാണ് ഒരു വാക്ക് വെക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഫങ്ഷൻ നോക്കിയിട്ടാണ്. ഓക്കെ, ആ ഫങ്ഷൻ എങ്ങനെ തീരുമാനിക്കുന്നത്? അർത്ഥം നോക്കിയിട്ടാണ്. അപ്പോൾ ഓരോ വേർഡിനും ഓരോ ഫങ്ഷൻ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു വേർഡിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതെന്ന് പഠിക്കാം. ഓരോ വേർഡ്സിന്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യം. ഓക്കെ, ഓരോ വേർഡ്സിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ടൈപ്പ് വേർഡ്സ് ആണ് നൗൺസ് ആൻഡ് പ്രോനൗൺസ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. ഓക്കെ, നൗൺസും പ്രോനൗൺസും. അപ്പോൾ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഒരു സാധാരണ ഒരു വേർഡ് ഇംഗ്ലീഷ് എന്ന വാക്ക്, ഒരു ഉദാഹരണം പറയുകയാണ്, ഇംഗ്ലീഷ് എന്ന വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാക്കുന്നത്? നെയിം ഓഫ് എ ലാംഗ്വേജ് അല്ലെ, ഇംഗ്ലീഷ് ഭാഷ. എന്നാൽ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എന്താ അത്? ഒരു ഭാഷയുടെ പേര് ആകുന്നു അത്. ഒരു പ്രത്യേക ഭാഷയ്ക്ക് നൽകപ്പെട്ട പേരാണ് ഇംഗ്ലീഷ്. ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. ഈ അർത്ഥമാണ്, രണ്ടാമത് പറഞ്ഞ ഈ സംഭവമാണ് നമുക്ക് ഈ എവിടെ ഒരു സെന്റൻസിൽ ഏത് പൊസിഷനിൽ ഒരു വേർഡ് വെക്കണമെന്ന് നമുക്ക്
മനസ്സിലാകുന്നത് ഈ രണ്ടാമത് പറഞ്ഞ അർത്ഥം മനസ്സിലാവുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ നൗൺസ് എന്താണ്, പ്രോനൗൺസ് എന്താണെന്ന് പഠിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ കാറ്റഗറിയാണ് നൗൺസ് ആൻഡ് പ്രോനൗൺസ്. എന്തിൻ്റെ കാറ്റഗറിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ കാറ്റഗറി എന്ന് പറയേണ്ടി വരും. എന്താ പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളത് നമുക്ക് വേറൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ഒരു യൂണിറ്റിൽ ആവശ്യമായ കുറച്ച് പ്രധാന കാര്യങ്ങൾ മാത്രമേ സമ്മറൈസ് ചെയ്യുന്നുള്ളൂ. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സിലബസിൽ തന്നെ പറയുന്നുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നുണ്ട് നമ്മൾ, ഇൻട്രൊഡക്ഷൻ ടു പാർട്സ് ഓഫ് സ്പീച്ച്, നൗൺസ് ആൻഡ് പ്രോനൗൺസ്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പീച്ച് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സെൻറ്റൻസ് എന്ന് എടുക്കുക. സെൻറ്റൻസിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, പാർട്സ് ഓഫ് എ സെൻറ്റൻസ്, അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ 2 ടൈപ്പ് വേർഡ്സ്, അതായത് ഒരു സെൻറ്റൻസിന് നിർമ്മിക്കാൻ 2 തരത്തിലുള്ള വാക്കുകളാണ് പൊതുവിൽ ഉപയോഗിക്കുക. ഓക്കെ, ഒന്നാണ് ഓപ്പൺ ക്ലാസ് വേർഡ്സ്, 2 ക്ലാസ് എന്ന് പറയാം. ഓക്കെ, 2 ടൈപ്പ് എന്ന് പറഞ്ഞതിനോ 2 ക്ലാസ്. ഒന്ന് ഓപ്പൺ ക്ലാസ്, രണ്ടാമത്തെ ക്ലോസ്ഡ് ക്ലാസ്. ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ അർത്ഥത്തിന് വേണ്ടി, അർത്ഥം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തന്നെ ഓപ്പൺ ക്ലാസ് വേർഡ്സ് ആണ്. അതിലേക്ക് എത്ര വേർഡ്സ് വേണമെങ്കിൽ നമുക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും ആഡ് ചെയ്യാം, പുതിയ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. എന്നാൽ ക്ലോസ്ഡ് ക്ലാസ് കാറ്റഗറി എന്ന് പറയുന്ന മറ്റേ ടൈപ്പ് വേർഡ്സ് ഉണ്ടല്ലോ, അത് ക്ലോസ്ഡ് ആണ്. അതായത് കൂടുതൽ വേർഡ്സിന് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഈ വേർഡ്സ് ഗ്രാമാറ്റിക്കൽ വേർഡ്സ് എന്ന് അറിയപ്പെടുന്നു, ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ്. ഓക്കെ, ഗ്രാമാറ്റിക്കൽ വേർഡ്സ്, അതായത് നമ്മളെ പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, അങ്ങനത്തെ വേർഡ്സ് ഇല്ലേ, അതാണ് ഗ്രാമാറ്റിക്കൽ വേർഡ്. അതാണ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് എന്ന് പറയുന്നത് അത് ടോട്ടൽ ഫിക്സഡ് ആണത്. അതിന് ഇനി കൂടുതൽ നമുക്ക് എക്സ്ട്രാ ഓരോ കൊല്ലം പുതിയ പ്രിപ്പോസിഷൻ വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല, ഫിക്സഡ് ആണ്. ഗ്രാമർ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്, ഉപയോഗം ഗ്രാമാറ്റിക്കൽ പർപ്പസിന് മാത്രം. എന്നാൽ ഓപ്പൺ ക്ലാസ് വേർഡ്സ് അങ്ങനെയല്ല, അത് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിലേക്ക് ഇനി ഓരോ വർഷം പുതിയ വേർഡ്സ് വരുന്നുണ്ടല്ലോ, അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പഠിക്കുന്നത് നൗൺസ് ആൻഡ് പ്രോനൗൺസിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പൊതുവിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഓപ്പൺ ക്ലാസ് വേർഡ്സിൽ വരുന്ന കുറേ വേർഡ്സ് ആണ്. പ്രത്യേകിച്ച് നൗൺസിൽ നമ്മൾ പഠിക്കുന്നത്. പ്രോനൗൺസിൽ നമ്മൾ മറ്റൊരു തരത്തിലുള്ള വാക്കുകളാണ് പഠിക്കുന്നത്. നമുക്ക് നൗൺസ് എന്താണെന്ന് നോക്കാം. നൗണിൻ്റെ ഡെഫിനിഷൻ: a noun is a word that represents a person, place, thing or idea. Nouns are fundamental to constructing meaningful sentences and expressing complete thoughts. Meaningful sentence എഴുതാനും പൂർണ്ണമായ ചിന്തകളെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നൗൺസ്. ഈ നൗൺസ് എന്ന് പറയുന്ന ശരിക്കും ഒരു വാക്കിന് ഒരു വാക്ക് എന്ന രീതിയിൽ ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ ആശയത്തിൻ്റെയോ ഒക്കെ പേരിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത്തരം വാക്കുകളാണ് നൗൺസ്. ഇംഗ്ലീഷ് ഒരു നൗണാണ്. ഈ നൗൺസിനെ തന്നെ വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയി തിരിക്കാമേ. ഒന്നാമത്താണ് കോമൺ നൗൺ. ജനറൽ നെയിംസ് ആണ് ഉദ്ദേശിക്കുന്നത്. കോമൺ എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ക്യാമറ എന്ന് പറയുന്നത്, ക്യാമറ അതൊരു കോമൺ വാക്കല്ലേ, കോമൺ നൗൺ. എന്നാൽ ഞാൻ പറയുന്നത് കാനൺ എന്ന കമ്പനിയുടെ ക്യാമറ, കാനൺ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ എന്തായി, അവിടെ കാനൺ എന്ന് പറയുന്ന ആ പേരെന്താണ്, പ്രോപ്പറായിട്ട് കൃത്യമായ ഒരു ബ്രാൻഡിൻ്റെ പേരാണ്. അതാണ് പ്രോപ്പർ നൗൺ. ക്യാമറ എന്ന് പറയുന്നത് പൊതുവിൽ ക്യാമറയെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരു ഉദാഹരണം നോക്കിയാൽ ടീച്ചർ. ടീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുമ്പോൾ ആരുമാവാം. ഒരാളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗണായി. ഓക്കെ, ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ടീച്ചർ, ആ പ്രൊഫഷൻ ചെയ്യുന്ന എല്ലാവരും. അതുപോലെ സിറ്റി, ബുക്ക്, ഇതൊക്കെ ഇത്തരത്തിലുള്ള വാക്കുകളാണ് കോമൺ നൗൺ. ഇനി പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കോമൺ നൗൺ ടീച്ചർ, പ്രോപ്പർ നൗൺ ഒരു ടീച്ചറുടെ പേര്. എൻ്റെ പേര് അനുലാൽ. അപ്പോൾ ഇത് എൻ്റെ പേരെന്ന് പറയുന്നത് പ്രോപ്പർ നൗണിൻ്റെ എക്സാമ്പിളാണ്. മനസ്സിലായോ? കോമൺ നൗൺ എന്ന് പറയുന്നത് എൻ്റെ പൊതുവിലുള്ള എൻ്റെ ജോലിയുടെ പേര്, ടീച്ചർ. നമുക്കിനി ഒരു ബുക്ക് എടുക്കാം. ബുക്ക് എന്ന പദം കോമൺ നൗൺ ആണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബുക്ക് എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിനെ കാണിക്കാൻ കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബുക്ക്. നമ്മുടെ ഒരു ബുക്കിൻ്റെ പേര് എടുത്തു പറയുകയാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് എൻ്റെ തന്നെ ഒരു പുസ്തകം എടുക്കുക.
ചുമ്മാ ഒരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയാം. എൻ്റെ പുസ്തകങ്ങൾ അങ്ങനെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ. ലൈഫ് ആഫ്റ്റർ ദ ഫ്ലഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എൻ്റേതായിട്ടുണ്ട്. 2019 പബ്ലിഷ് ആവുന്നത്. അതിൻ്റെ പേര് ലൈഫ് ആഫ്റ്റർ ദ ഫ്ലഡ്സ്. അതെന്താ അപ്പം? അതെന്തിൻ്റെ ഉദാഹരണമാണ്? പ്രോപ്പർ നൗണിൻ്റെ ഉദാഹരണമാണ് ലൈഫ് ആഫ്റ്റർ ദ ഫ്ലഡ്സ്. പേരാണല്ലോ, ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ബുക്കിൻ്റെ പേരാണ്. ബുക്ക് എന്ന വാക്ക് എന്താണ്? അപ്പോൾ കോമൺ നൗണാണ്. കോമൺ ആയിട്ട് ഇതുപോലുള്ള പ്രൊഡക്റ്റുകളെ വിളിക്കുന്ന പേരാണ് ബുക്ക്. ഒരു പ്രത്യേക ബുക്കിൻ്റെ പേരിനെ വിളിക്കുന്ന അത്തരം ടൈപ്പ് വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ നൗൺ. ഓക്കെ, ഇനി കോൺക്രീറ്റ് നൗണാണ് അടുത്തത്. കോൺക്രീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് തൊടാൻ പറ്റുന്നത്, നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നത്. ചെയർ, ആപ്പിൾ, കമ്പ്യൂട്ടർ, ഫോൺ, ഇതൊക്കെ കോൺക്രീറ്റ് നൗൺസ് ആണ്. അടുത്താണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് വെച്ചാൽ നമുക്ക് തൊടാൻ പറ്റില്ല. ലവ്, ഫ്രീഡം, ഹാപ്പിനെസ്, അതിനെ നമുക്ക് തൊടാൻ പറ്റില്ല. ഇതൊന്നും ഹാപ്പിനെസ്സിനെ തൊടാൻ പറ്റും, ലവിനെ നമുക്ക് തൊടാൻ പറ്റും ഇല്ലേ? എൻ്റെ ലവ് ആണ് എൻ്റെ ഫോണ്, എനിക്ക് ഫോണ് തൊടാലോ, അല്ലെങ്കിൽ എൻ്റെ ലവ് ബുക്സ് ആണ്, എനിക്ക് ബുക്ക് തൊടാലോ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താക്കുകയാണ്? ഈ ലവിനെ കോൺക്രീറ്റ് ആക്കുകയാണ് അവിടെ നമ്മൾ. ലവ് എന്ന് പറയുന്ന ഫീലിങ്ങിനെ പക്ഷെ തൊടാൻ പറ്റില്ല, അത് അബ്സ്ട്രാക്റ്റാണ്. ഇവിടെ അതാണ് ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ആ അബ്സ്ട്രാക്റ്റിന് ഒരു പേരിട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു വസ്തുവിന് അബ്സ്ട്രാക്റ്റ് ആയിട്ട് പേരിട്ട് അതിനെ തൊടാൻ നമുക്ക് വേണമെങ്കിൽ. പണ്ട് ഒരു കോമിക് ബുക്ക് ഉണ്ടായിരുന്നു, ഫാൻറ്റം എന്ന് പറഞ്ഞിട്ട്. അതിലൊരു നായയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. അവൻ്റെ പേര് ഡെവിൾ എന്ന് പറഞ്ഞിട്ടാണ്, ഡെവിൾ എന്നാണ് തോന്നുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഡെവിൾ എന്ന് പറയുമ്പോൾ അല്ലേ, ലൈക്ക് ഇറ്റ്സ് ഈവിൾ, റൈറ്റ്? പക്ഷേ ഈ നായയുടെ പേര് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ നായ അവരെ നമുക്ക് കാണാം, അവനൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ആ കഥയിൽ. അവനൊരു മോശം ക്യാരക്ടർ അല്ല, നല്ല ക്യാരക്ടർ തന്നെയാണ് ആ നായയുടെ ക്യാരക്ടർ. ഇതുപോലെ നമുക്ക് അബ്സ്ട്രാക്ട് നൗണിനെ പേരിട്ട്, വേറൊരു സാധനത്തിന് പേരിട്ട് വിളിച്ച് അതിനെ തൊടാൻ പറ്റും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ്, ഫ്രീഡം എന്നുള്ള ആശയം, ഇത്തരം ആശയങ്ങളൊക്കെ അബ്സ്ട്രാക്ട് നൗണാണ്. ക്യാപിറ്റലിസം എന്നൊക്കെ പറഞ്ഞാൽ അബ്സ്ട്രാക്ട് നൗണാണ്, ക്യാപിറ്റൽ. അതുപോലെ എന്നാൽ കോയിൻ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് നൗൺ അല്ല, കോൺക്രീറ്റ് നൗൺ. കോയിൻ, നാണയം. അപ്പം ഇങ്ങനെ അബ്സ്ട്രാക്ട് നൗൺസും ഉണ്ട്, കോൺക്രീറ്റ് നൗൺസും ഉണ്ട്. രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ് ആണ് പറയുന്നത്. അപ്പം ഇത്തരം വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത്തരം ഡിഫറൻസസ് ഓഫ് ടൈപ്സ് ഓഫ് വേർഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. വാക്കുകളിലുള്ള ഈ വ്യത്യസ്ത തലങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ ഉപയോഗിച്ചാണ് നമ്മൾ സെൻറ്റൻസുകൾ എഴുതുന്നത്. ഓരോ സെൻറ്റൻസിലും ഇത്തരത്തിലുള്ള ഓരോ വേർഡിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷൻ ഓരോ ലൊക്കേഷനിൽ നമ്മൾ സ്ഥിരമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം ആ വേർഡിനെ, ആ ടൈപ്പ് വേർഡിനെ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണം. അപ്പോഴാണ് സെൻറ്റൻസ് കറക്റ്റ് ആകുക. അതിലേക്കാണ് നമ്മൾ വരുന്നത്. എങ്ങനെ ആ ഒരു ടെക്നീക്ക് എങ്ങനെ പഠിക്കാം, എങ്ങനെയാണ് ഗ്രാമർ ഇല്ലാതെ, ഗ്രാമാറ്റിക്കൽ എറർ ഇല്ലാതെ എഴുതാൻ പഠിക്കുക, അതിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അത്രയും ഡീപ്പായിട്ടൊന്നും പോവില്ല. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് യൂണിറ്റ് മാത്രമായതുകൊണ്ട് പിന്നീട് അതിലേക്ക് നമ്മൾ സിൻടാക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നതാണ്. പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ്. യൂണിറ്റ് 1 പാർട്സ് ഓഫ് സ്പീച്ച് മാത്രം. ഓക്കെ, അത് മാത്രമായി നമുക്ക് പഠിക്കാം. ഇവിടെ ഇത് നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഫങ്ഷൻസ് ഓഫ് നൗൺസ് എന്തൊക്കെയാണ് ഒരു സെൻറ്റൻസിൽ നാമപദം ചെയ്യേണ്ട ജോലികൾ? അത് സബ്ജക്റ്റ് പൊസിഷനിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് നമ്മൾ എഴുതാൻ തുടങ്ങുന്ന ഭാഗമാണ് സബ്ജക്റ്റ്. ഒരു സെൻറ്റൻസ് എന്തിനെക്കുറിച്ചാണെന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അതായിട്ട് നാമത്തെ ഉപയോഗിക്കാം. പിന്നെ ഡിറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റ് ആയിട്ടും നാമപദം തന്നെയാണ് വരിക. ഉദാഹരണത്തിന് രാജു റൈറ്റ്സ് എ ലെറ്റർ. രാജു ആണ് സബ്ജക്റ്റ്, അതൊരു പ്രോപ്പർ നൗൺ അല്ലേ. അപ്പോൾ ആ ഫംഗ്ഷൻ അത് ചെയ്യുന്നുണ്ട്. ലെറ്റർ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്, അതും നൗൺ ആണ്, അതും ഒബ്ജക്റ്റ് ആണ്. ആ ലാസ്റ്റ് വരുന്ന പൊസിഷൻ്റെ പേരാണ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റും ഒബ്ജക്റ്റും ആയിട്ട് നാമങ്ങൾ ഉപയോഗിക്കുന്നു. ഇനി പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടും നാമങ്ങൾ ഉപയോഗിക്കുന്നു. പ്രിപ്പോസിഷനോട് ചേർത്ത് വെച്ചുകൊണ്ട് നാമപദങ്ങളെ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ
ഐ ലുക്ക് അറ്റ് എ ബുക്ക്. ഞാനൊരു പുസ്തകത്തിൽ നോക്കുന്നു, പുസ്തകത്തിന് മുകളിലേക്ക് നോക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രിപ്പോസിഷൻ, ബുക്ക് അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് അവിടെ ബുക്കാണ് വരുന്നത്. മറ്റൊന്നാണ് കോംപ്ലിമെൻറ്റ്. ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് ആയിട്ട് ചില വാക്കുകളെ നമുക്ക് നാമപദങ്ങളെ ഉപയോഗിക്കാൻ പറ്റും, മറ്റു പദങ്ങളെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലവ് എന്നൊക്കെയുള്ള പദങ്ങളെ നമുക്ക് ഒരു വസ്തുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ പറ്റും. ഇനി പ്രോനൗൺ എന്ത് എന്നുകൂടി നമുക്കൊന്ന് പഠിച്ച് ഇത് വൈൻഡപ്പ് ചെയ്യാം. പ്രോനൗൺസ് ആർ വേർഡ്സ് ആർ റീപ്ലേസ് നൗൺസ്. നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന വാക്കുകളാണ് പ്രോനൗൺ. എന്തിനാണ്? ടു അവോയ്ഡ് റിപ്പിറ്റിഷൻ ആൻഡ് ക്രിയേറ്റ് മോർ ഫ്ലൂയിഡ് കമ്മ്യൂണിക്കേഷൻ. ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പ്രോനൗണിന് ഉദാഹരണം? നമുക്കറിയാം, ഹി, ഷീ, ഇറ്റ്, ഇങ്ങനത്തെ വാക്കുകളിൽ അതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും പേര് പറയുന്നതാണ് ഹി അല്ലെങ്കിൽ ഷീ എന്ന് പറയുമല്ലോ, അതാണ് പ്രോനൗൺ. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അതും. ഒന്ന് പേഴ്സണൽ പ്രോനൗൺസ് ആണ്. അവ റെഫർ ടു സ്പെസിഫിക് പീപ്പിൾ ഓർ തിങ്സ്. വ്യക്തികളെ അല്ലെങ്കിൽ സാധനങ്ങളെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതാണ് പേഴ്സണൽ പ്രോനൗൺസ്. സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോനൗൺസ് ആണ് ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ ഇവ. ഇനി ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഇത് ഉപയോഗിക്കുക. അന്നേരം പക്ഷേ അതിന്റെ ഫോം മാറ്റണം. നമ്മൾ ഐ എന്നുള്ളത് മീ ആക്കണം. യു തന്നെയാണ്. ഹിം, ഹെർ, ഇറ്റ്, അസ്, ദം ഇങ്ങനെയുള്ള ഒബ്ജക്റ്റ് പ്രോനൗൺസും നമുക്ക് കാണാം. അടുത്താണ് പൊസസീവ് പ്രോനൗൺസ്. അതൊരു ഓണർഷിപ്പിനെ കാണിക്കുന്നു. എൻ്റേത്, നിൻ്റേത് ഇങ്ങനെ പറയാൻ വേണ്ടി. മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, ദെയർ ഇങ്ങനെയുള്ള വാക്കുകൾ. ഇനിയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. അതായത് ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നു, ഒരു പ്രത്യേക കാര്യത്തിലേക്ക് കാണിക്കുന്നു, നമ്മുടെ ശ്രദ്ധ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോയിന്റ് ടു സ്പെസിഫിക് തിങ്സ്. ഉദാഹരണത്തിന് ദിസ് ഇസ് മൈ ക്യാമറ. ദിസ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുക. ദാറ്റ്, ദീസ്, ദോസ് ഇതൊക്കെയാണ് മറ്റ് എക്സാമ്പിൾസ്. ഇനി റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസുകളെ നാമങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നവയാണ്. കണക്ട് ക്ലോസസ് ടു നൗൺസ്. എന്താ ഉദാഹരണം? എന്താ? ഹൂ, ഹൂം. യെസ്റ്റർഡേ ഐ മെറ്റ് ദ മാൻ ഹൂ വാസ് മൈ ഫ്രണ്ട്. അപ്പോൾ അവിടെ ഒരു നാമത്തെ ഒരു വിശദീകരണവുമായിട്ട് ആദ്യത്തെ ഒരു ഭാഗം ഒരു ക്ലോസ് ആണ്, അതുമായിട്ട് വാസ് മൈ ഫ്രണ്ട് എന്നുള്ളതിനെ ബന്ധിപ്പിച്ചു ഹൂ ഉപയോഗിച്ചുകൊണ്ട്. അതുപോലുള്ള വാക്കുകൾ ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ് എന്നൊക്കെയുള്ളത്. ഇത്തരം വാക്കുകൾ റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് അറിയപ്പെടുന്നു. റിലേറ്റീവ് പ്രോനൗൺസ്. റിലേറ്റ് ചെയ്യുക, ബന്ധിപ്പിക്കുക, കണക്ട് ചെയ്യുക എന്നോർത്താൽ മതി. ഓക്കെ, അതാണ് ആ വിഷയത്തിൽ. ഇനി പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഒരു സമ്മറി പോലെ, ഒരു അബ്സ്ട്രാക്റ്റ് പോലെ, ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ യൂസേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭാഷാ ഉപയോഗം നല്ല രീതിയിൽ ചെയ്താൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം. ഒന്ന്, എൻഹാൻസസ് ക്ലാരിറ്റി. രണ്ട്, ആംബിഗ്വിറ്റി, പ്രിവെൻറ്റ്സ് ആംബിഗ്വിറ്റി. മറ്റൊന്ന്, ഡെമോൺസ്ട്രേറ്റ്സ് ഗ്രമാറ്റിക്കൽ കമ്പീറ്റൻസ്. നാലാമത്തെ, ഇംപ്രൂവ്സ് ഓവറോൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഈ 4 കാര്യങ്ങളാണ് നല്ല രീതിയിൽ ഭാഷ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. നമ്മുടെ ഭാഷ നല്ലതാണെന്ന് മറ്റുള്ളവർ പറയും. ഗ്രമാറ്റിക്കലി എറർ ഫ്രീ ആയിട്ട് ക്ലാരിറ്റിയിൽ എഴുതാൻ സാധിക്കും, ആംബിഗ്വിറ്റി ഒഴിവാക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അവോയ്ഡ് ചെയ്യേണ്ട ചില മിസ്റ്റേക്സ് കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തതാണ് പ്രോനൗൺ, ഇൻകറക്റ്റ് പ്രോനൗൺ ആൻറ്റിസിഡന്റ് എഗ്രിമെന്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രോനൗൺ പ്രോനൗൺ പഠിച്ചല്ലോ, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ, ദേ എന്നൊക്കെ. ഈ പ്രോനൗൺ ഉപയോഗിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പിൽ പറയുന്ന നമ്പർ ഓഫ് പീപ്പിൾ കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ഉദാഹരണത്തിന്, someone came to my house yesterday, they asked me for money. ഇന്നലെ ഒരാൾ എൻ്റെ വീട്ടിൽ വന്ന് അവരെന്നോട് പൈസക്ക് ആവശ്യപ്പെട്ടു. നമ്മൾ കണ്ണൂർക്കാർ പറയും അതിനെന്താ തെറ്റെന്ന് ചോദിക്കും. കാരണം കണ്ണൂരിൽ നമ്മളെല്ലാവരും ബഹുമാനത്തോടെ അവര്, ഓർ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, പ്ലൂരലായിട്ട് പറയും. നമ്മൾ എന്നൊക്കെ പ്ലൂരലായിട്ട് നമ്മൾ സിംഗുലറിനെ പറയും കണ്ണൂർക്കാർ. ഇവിടെ അതുപോലെ പറഞ്ഞ ഒരു തെറ്റുണ്ട്. എന്താ അത്? ഇന്നലെ ഞാൻ പറഞ്ഞത് someone came yesterday എന്നാണ്. ആരോ ഒരാൾ ഇന്നലെ വന്നു എന്നാണ്. ഒരാളാണ് വന്നിട്ടുള്ളൂ. സോ ദേ എന്ന് പറഞ്ഞതിന് പകരം ഗ്രമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് ഇംഗ്ലീഷിലാവണമെങ്കിൽ അത് ഹി ഓർ ഷീ, ഹി അല്ലെങ്കിൽ ഷീ, ആരാണ് വന്നത് ഡിപ്പെൻസ് ഓൺ ദാറ്റ്. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വെച്ചിട്ട് നമ്മൾ പറയേണ്ടി വരും.
ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക. 2, മിസ്യൂസ് ഓഫ് കേസ്, അതായത് സബ്ജക്റ്റ് വേഴ്സസ് ഓബ്ജക്റ്റ് പ്രോനൗൺസ്. അത് മാറിപ്പോയിരുന്നു. നേരത്തെ ഐ സബ്ജക്റ്റിലാണെങ്കിൽ അത് ഒബ്ജക്റ്റിലേക്ക് മീ വെക്കണം എന്ന് പറഞ്ഞില്ലേ, ഇത് മാറിപ്പോയിരുന്നു. ഓക്കെ. 3-മത്തതാണ് ഓവർ യൂസ് ഓഫ് പ്രോനൗൺസ് വിത്തൗട്ട് ക്ലിയർ റെഫറൻസ്. കൃത്യമായ കണക്ഷൻ അല്ലെങ്കിൽ റെഫറൻസ് ഇല്ലാണ്ട് പ്രോനൗൺസ് ഇങ്ങനെ ഉപയോഗിക്കുക. ഹീ സെഡ്, ഷീ സെഡ്. ഇത് ആരാ ഹീ എന്നുള്ളത് അവിടെ എവിടെയും കാണില്ല, അതിന് മുമ്പിലൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ആരെക്കുറിച്ചാണെന്നില്ല. ഇത്തരത്തിലുള്ള അനാവശ്യ ഉപയോഗങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് എറേഴ്സ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇത്തരം മിസ്റ്റേക്സ് വരുത്താതെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുകയാണ്. സിമ്പിൾ കാര്യങ്ങളല്ല, ഇത്രയല്ലേ ഉള്ളൂ പഠിക്കാൻ, വളരെ സിമ്പിൾ. നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ എക്സസൈസസ് വെച്ചുകൊണ്ട് നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. യൂസേജ് 2 എന്നുള്ള മോഡ്യൂളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് സിൻടാക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം, അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് വേർഡ് ക്ലാസ് എന്നുള്ള ഒരു സെക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരമൊരു സെപ്പറേറ്റ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വേർഡ് ക്ലാസ്സിനെ കുറിച്ചുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പരീക്ഷയോടനുബന്ധിച്ച് റിവിഷൻ ക്ലാസ്സുകൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. തുടർന്നും എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ സാധിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ടൈം. ബൈ.